ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴയ കാല ഒരു റെസിപ്പിയാണ്, ഇലയട റെസിപ്പി. അതും പഴയ കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ ചെയ്തു വന്നിട്ടുള്ള രീതിയിലാണ് ഈ ഒരു അട ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇലയട റെസിപ്പിയാണ് കേട്ടോ. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ മാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ള വെള്ളവും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം മാവ് ഇതേപോലെ തന്നെ നമുക്ക് വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് റെഡിയാക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മാവ് കൂട്ടും റെഡിയാക്കി എടുക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അളവെന്ന് ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര മാവ് എടുക്കുന്നുവോ അതനുസരിച്ചിട്ട് വെള്ളമൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാവ് കൂട്ടൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഉപ്പ് അലിയിച്ചിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ ഉപ്പൊക്കെ കട്ട കെട്ടിയിട്ട് നമുക്ക് ഉപ്പ് ടേസ്റ്റ് കൂടുതലായി പോകും കേട്ടോ. മാവ് നല്ല ചൂടുണ്ട്. കൈയൊന്നും പൊള്ളാത്ത വിധത്തിൽ പച്ചവെള്ളത്തിലേക്ക് കൈ നനച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചൂടോടുകൂടി തന്നെ മാവ് റെഡിയാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ കൈയൊക്കെ പൊള്ളിപ്പോകുമെന്ന് തോന്നുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട്, അല്ലെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. കുത്തി എടുക്കുമ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് കൈ കൊണ്ട് നമുക്ക് ഇതേ രീതിക്ക് തന്നെ മാവ് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുകൂടി റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 1 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് അളവിൽ ശർക്കര പാനി എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര നേരത്തെ തന്നെ പാനിയാക്കി വെച്ചത് കൊണ്ടാണ് ആ ഒരു വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത്. ശർക്കരയായിട്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പാനിയായിട്ട് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ശർക്കര ചീവിയിട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 വലിയ സ്പൂണിലെ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടിയാണ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ശർക്കരപ്പാനിയും തേങ്ങയും നെയ്യും എല്ലാം നല്ലതുപോലെ തന്നെ യോജിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് വാഴയില ഞാൻ എടുത്ത് കഴുകി ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ള ഇലകളാണ്. ഇനി ചെറിയ ഉരുളകളാക്കി നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഇതേപോലെ പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ. ചപ്പാത്തി പ്രസ്സോ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് കുറച്ച് വെള്ളം ഒന്ന് കയ്യിൽ നനച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇലയട നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇലയടയൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് കൂടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഈ ഒരു ഇലയട ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലയട ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ 10 മണിക്ക് കഴിക്കാനോ ഒക്കെ കൊടുത്തുവിടാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലയട റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇലയട എല്ലാം ഞാൻ ഇവിടെ അതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു സ്റ്റീമർ സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഇലയട സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇഡലി പാത്രമോ ഇഡലി തട്ടോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാനിവിടെ പണ്ട് കാലത്ത് അമ്മമ്മമാരൊക്കെ വീട്ടിൽ തോനെ ആൾക്കാരൊക്കെ ഉള്ള വീട്ടുകളിലൊക്കെ ഇതേപോലെയാണ് ഇലയട തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അവിടെ ഒത്തിരിയും ജോലിക്കാരൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ കാപ്പിയൊക്കെ കൊടുക്കാനായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ വലിയ കലത്തിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ 3 ചിരട്ട ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തേക്ക് ചിരട്ട മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്
ഒരു 3-4 കഷ്ണം ചുള്ളിക്കമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചുള്ളിക്കമ്പ് എടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുള്ള ചുള്ളിക്കമ്പുകളാണ് കേട്ടോ. അതിനുശേഷം ഇതേപോലെ കമ്പുകൾ തെറ്റും മറ്റും വെച്ച് കൊടുത്തിട്ട് തട്ട് ഷേപ്പിനാക്കിയിട്ടെടുക്കണം. അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇലയട വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചുള്ളിക്കമ്പും ചിരട്ടയൊക്കെ വെച്ച് കൊടുത്തു, വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇലയട ഇതേ രീതിക്ക് തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിലൊക്കെ എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് അതേപോലെ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നാട്ടുമ്പുറങ്ങളിലൊക്കെയാണ് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കുന്നതല്ലേ. സിറ്റിയിലൊന്നും ഇതൊന്നും ഇപ്പോൾ കാണാനേ പറ്റുന്നൊരു കാഴ്ചയാവില്ല. നമ്മുടെ ഇലയുടെയൊക്കെ ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മൂടി വെച്ച് അടച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ഇലയുടെ എങ്ങനെ ആയിട്ടുണ്ടെന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇലയുടെ എല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇലയുടെയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇതേ രീതിക്ക്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രമൊന്നും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ കലത്തിലൊക്കെ ഇതേപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആവശ്യത്തിന് കുഞ്ഞു കലവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തോനെയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു കലം എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന അതേ രീതിക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഒരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.